ഇപ്പോൾ നാസർ കോളായി ചേരുന്നു. നാസർ കോളായി, നമ്മൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു വിശദീകരണം നൽകിയത്. ആ വിശദീകരണം നൽകി 2 മിനിറ്റിനുള്ളിൽ ആ വാദം പൊളിഞ്ഞു വീഴുകയാണ്. 2021 ഇദ്ദേഹവും ഒപ്പം തന്നെ ഈ ഹുസൈനും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുമാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ശ്രീ നാസർ കോളായി, നമ്മള് ഇന്നലെ ഇത് ഈവനിംഗ് ഡിബേറ്റിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഇതിന് മുഖ്യമന്ത്രി പ്രതികരിക്കണം, മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്നായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. ഇന്നിപ്പോ ഏതായാലും മുഖ്യമന്ത്രി പ്രതികരിച്ചു, വി ഡി സതീശൻ പ്രതികരിച്ചു. പക്ഷേ നിമിഷങ്ങൾക്കകം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കളവുകളും നവമാധ്യമങ്ങളടക്കം ചാനലുകളടക്കം പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. എന്തിനായിരിക്കും മുഖ്യമന്ത്രി ഇങ്ങനെ കളവ് പറയുന്നത്? അദ്ദേഹത്തിന് സാധാരണഗതിയിൽ നമ്മൾ നുണ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തോ ഒളിച്ചു വെക്കാനുള്ളവരാണ് നുണ പറയാ. ഒളിച്ചു വെക്കാനില്ലാത്തവർ നുണ പറയേണ്ടതില്ല, സത്യം മാത്രം പറഞ്ഞാൽ മതി. വളരെ ഗൗരവപൂർണമായ ഈ വിഷയം 2-3 ദിവസമായി കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ചാനലുകൾ ഇത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈരളി അടക്കം, റിപ്പോർട്ടർ അടക്കം, അതുപോലെ തന്നെ മറ്റു ചില ചാനലുകളടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി മൗനം പാലിക്കാൻ പാടില്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞത് മുഖ്യമന്ത്രി മൗനം വെടിയണം. പക്ഷെ ഇന്ന് അദ്ദേഹം മൗനം വെടിഞ്ഞ് വന്ന് ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വലിയ വലിയ ഇത് പറയുന്നത് പോലെ, സത്യം പറയുന്ന പോലെ പറഞ്ഞു, ഈ കേസിലെ 2 പ്രതികളെ എനിക്കറിയാം. മുഹമ്മദ് ഹുസൈനെയും അബ്ദുസലാമിനെയും എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എന്നിട്ട് മുഹമ്മദ് ഹുസൈനെ അങ്ങ് വിട്ടുകളഞ്ഞു. മുഹമ്മദ് ഹുസൈനെ കുറിച്ച് പറഞ്ഞില്ല. മുഹമ്മദ് ഹുസൈന് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഗുണ്ടാ നേതാക്കളായ വേറെ ചിലരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഔറംഗസീബ് എന്ന് പറയുന്ന മംഗലാപുരത്തെ ഉണ്ണി വധക്കേസിലെ പ്രതി, അതുപോലെ പെരുമ്പാവൂർ അനസ് എന്നൊക്കെ പറയുന്ന പേരുകെട്ട ഗുണ്ടകളുടെ കൂടെ ഈ അബ്ദുസലാം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ അബ്ദുസലാം എന്ന് പറയുന്ന ആളുടെ മുമ്പിലാണ് വി ഡി സതീശന്റെ ഓഫീസിൽ അവർ സംസാരിക്കുമ്പോൾ അബ്ദുസലാം കസേരയിലിരിക്കുന്നതും വി ഡി സതീശൻ എണീറ്റ് നിന്ന് സംസാരിക്കുന്നതായ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ സലാമിനെ കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതേ സലാം തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ നിയമസഭക്കകത്തേക്ക് ഉള്ളിലേക്ക് കയറിയോ നമുക്ക് അറിഞ്ഞൂടാ, വാച്ച് ആൻഡ് വാർഡിന്റെ സെല്യൂട്ടും സ്വീകരിച്ചു പോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളം എന്താണ്? പരിചയമുണ്ട് എനിക്ക് മുഹമ്മദ് ഹുസൈനെ. എപ്പോഴാ പരിചയം? നവകേരള സദസ്സിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം തടഞ്ഞപ്പോൾ പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജ് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഗുരുതരമായി ഇയാൾ പരിക്ക് പറ്റിയപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ നാട്ടിലൊരു പരിപാടിക്ക് ഞാൻ പോയി. അപ്പൊ പരിപാടിക്ക് പോയപ്പോൾ ഇങ്ങനെ പരിക്ക് പറ്റിയിരുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാളുടെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാനും നേരത്തെ വിളിച്ചതാണല്ലോ, അങ്ങനെ പോയി. പരിക്ക് പറ്റി വീട്ടിൽ കിടക്കുന്ന ഒരാളെയല്ലല്ലോ നമ്മൾ വി ഡി സതീശനെ സ്വീകരിച്ച് തോളത്ത് കൈയിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മുഹമ്മദ് ഹുസൈനെ നമ്മൾ കണ്ടത് പരിക്ക് പറ്റിയിട്ടല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2023 ഫെബ്രുവരി 21 ഇതേ മുഹമ്മദ് ഹുസൈൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വി ഡി സതീശൻ പരിക്ക് പറ്റിയ ഒരാളെ കാണാൻ വന്നിരിക്കുന്നതുണ്ട്. അത് മുഹമ്മദ് ഹുസൈൻ ആണ് എന്നാണ് എന്റെ ഒരു തോന്നൽ. ചിത്രത്തിൽ വ്യക്തമല്ല, പക്ഷെ അയാളുടെ കൈക്ക് പരിക്കുണ്ട്, കൈ ആംഗ്ലറിലിട്ടാണ്, അതുപോലെ കൈയുടെ ഒരു ഭാഗത്ത് നിന്ന് ചോര പൊടിഞ്ഞ അടയാളാണ്. പക്ഷെ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഈ ഫെബ്രുവരി 21 അയാളുടെ ചിത്രം വരുന്നത്. നവകേരള ജാഥ നടന്ന ദിവസമാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയാണ് നവകേരള ജാഥ നടന്നിട്ടുള്ളത്. അത് എറണാകുളത്ത് എത്തുമ്പോൾ സ്വാഭാവികമായി ഒരു ഡിസംബർ മാസം ആകുന്നാണ് എന്റെ ഒരു ധാരണ. ഫെബ്രുവരി 21 സതീശൻ ഇങ്ങനെ ഒരാളെ പരിക്ക് പറ്റിയത് കാണാൻ പോകുന്നതായിട്ട് ആ ചിത്രത്തിൽ കാണുന്നത്. എന്നിട്ട് സതീശൻ പറയാണ്, അന്ന് മുതലാണ് എനിക്ക് പരിചയം. പക്ഷേ അതെല്ലാം, ആ വാദഗതികളെല്ലാം പൊളിക്കുന്ന ചിത്രങ്ങൾ നേരത്തെ വന്നിട്ടുള്ളത് സതീശന്റെ കൂടെ ഇരിക്കുന്ന ആരും പറഞ്ഞു കൊടുത്തില്ലേ? നവമാധ്യമത്തിൽ നിറയെ ചിത്രങ്ങളാണല്ലോ, ചാനലുകളിലെ ചിത്രങ്ങളാണല്ലോ. 2021 സെപ്റ്റംബർ മാസം 4 അതായത് ഈ 2023 നവകേരള സദസ് ജാഥ നടക്കുന്നതിന്റെ 2 വർഷം മുമ്പ് 2021 സെപ്റ്റംബർ 4 വി ഡി സതീശനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ മുഹമ്മദ് ഹുസൈൻ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. 2022 ഡിസംബർ മാസം 25 വീണ്ടും ചിത്രം വരുന്നുണ്ട്. 2023 മാർച്ച് 15 വീണ്ടും ചിത്രം വരുന്നുണ്ട്. 2023 ഒക്ടോബർ 30 വീണ്ടും ചിത്രം വരുന്നുണ്ട്. ഇതിലെ മഹാഭൂരിപക്ഷം ചിത്രങ്ങളും എവിടെ വെച്ചിട്ടാണ്? വി ഡി സതീശന്റെ വീട്ടിൽ വെച്ചിട്ടാണ്.
അതിനെന്തിനാണ് നമുക്ക് ആധികാരികമായി തെളിവ് പറയാൻ കഴിയാം? 2025 മെയ് 31 വി ഡി സതീശന്റെ പിറന്നാൾ ദിവസം ഇതേ ഹുസൈൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിറന്നാളിൽ നേതാവിനോടൊപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോ നേതാവിനോടൊപ്പം പിറന്നാൾ എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ കൂടെയാണ്. ഇപ്പൊ വി ഡി സതീശനും ഈ മുഹമ്മദ് ഹുസൈനും ഒരു കുട്ടിയാണുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ഒരു ഷോക്കേസ്. ആ ഷോക്കേസ് നിറയുള്ളത് വി ഡി സതീശന് കിട്ടിയിട്ടുള്ള പിന്നെ പല ഫലകങ്ങളും അതും ഇതുവരെയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് ആ പിന്നെ ഷോക്കേസ് നിറയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 2021 2022 23 നേരത്തെ പറഞ്ഞ ഡേറ്റുകളിലുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കുക. ആ ചിത്രങ്ങളിൽ പലതിന്റെയും പിൻവശത്ത് ഇതേ ഷോക്കേസ് നമുക്ക് കാണാം. വളരെ തീർച്ചയായും. കൃത്യമാണ് ഇദ്ദേഹം വി ഡി സതീശന്റെ വീട്ടിൽ നിന്നാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞില്ല, ഒരു പുതിയ ചിത്രം വന്നിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.